നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആലീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അത്ലറ്റിക് മീറ്റ് സ്പാർക്ക് 2K25 കായികമേള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രാക്കിൽ 3000 മീറ്റർ ജൂനിയർ ബോയ്സ് കാണികളായിട്ടുള്ള വിദ്യാർത്ഥികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച കായികമേള അത്ലറ്റിക് മീറ്റ് സ്പാർക്ക് 2K25 ആവേശകരമായി തുടക്കമായി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും SMC അംഗവുമായ പി കൃഷ്ണൻകുട്ടി കായികമേള ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സെയ്ദലവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുതുരുത്തി SI സതീഷ് മാർച്ച് പാസ്റ്റ് സല്യൂട്ട് സ്വീകരിക്കുകയും പതാക ഉയർത്തുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ സരിത സമദ് സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് ശെൽവകുമാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സത്യ ടീച്ചർ, സ്പോർട്സ് മാസ്റ്റർ അനൂപ് എന്നിവർ പങ്കെടുത്തു. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആദ്യമായി തുടങ്ങിയത് 1985-86 കാലഘട്ടത്തിലാണെന്നും അന്ന് സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായിരുന്ന ചന്ദ്രശേഖരൻ മാഷാണ് ഈ ആശയം കൊണ്ടുവന്നതെന്നും ഉദ്ഘാടന വേളയിൽ പി കൃഷ്ണൻകുട്ടി പറഞ്ഞു. മത്സരത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരന്നിട്ടുള്ള വിവിധ ഗ്രൂപ്പുകൾ, ആയുധ ഹൗസുകൾ, ഇത്തരത്തിലുള്ള ഒരു സംവിധാനം പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത് 1985-86 കാലഘട്ടങ്ങളിലായിരുന്നു. അന്ന് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ചന്ദ്രശേഖരൻ മാഷായിരുന്നു ഇത്തരത്തിലുള്ളൊരു ആശയം പാഞ്ഞാൾ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആദ്യമായി കൊണ്ടുവന്നത്. അന്ന് ഗ്രീൻ ഹൗസിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. അന്നത്തെ പാഞ്ഞാൾ സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രാരാബ്ധങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ പശുവിനോടും ആടിനോടും പാമ്പിനോടും പട്ടിയോടും മല്ലടിച്ച് ക്ലാസ് മുറികളിൽ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് പരിമിതമായതെങ്കിലും ഉള്ള ചെറിയ ഒരു ഗ്രൗണ്ട് അടക്കമുള്ള ഒരു വലിയ സംവിധാനം ഇന്ന് നമ്മുടെ സ്കൂളിൽ സാധ്യമായിട്ടുണ്ട്. ആദ്യമായി സ്പോർട്സ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് ഇത്തരത്തിലല്ല. ആ ഭാഗത്തെ ഉയരം കണ്ടാൽ നമുക്കറിയാം ഇതെങ്ങനെയായിരുന്നു എന്ന്. ഒരു കുത്തനെയുള്ള ഒരു ചെരുവായിരുന്നു. അവിടെയാണ് നമ്മൾ ആദ്യം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ തുടങ്ങിയത്. കൂടാതെ അന്ന് സ്കൂൾ കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന സ്ഥലം ഒരു കുത്തനെയുള്ള ചെരുവായിരുന്നെന്നും ഇന്ന് സ്വന്തമായി മികച്ച സൗകര്യങ്ങളുള്ള ഗ്രൗണ്ട് ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ 3000 മീറ്റർ, 100 മീറ്റർ റേസ്, ഡിസ്കസ് ത്രോ തുടങ്ങിയ വിവിധ കായിക ഇനങ്ങൾ നടന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആവേശകരമായ പങ്കാളിത്തം കായികമേളയ്ക്ക് മാറ്റുകൂട്ടി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയ്ക്ക് നാളെ വൈകിട്ട് സമാപനമാകും. CCV ന്യൂസ്, പാഞ്ഞാൾ.